നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞു. ഒരു തലമുറ മാറ്റത്തിൻ്റെ സമയമാണ് ഫുട്ബോൾ ലോകത്ത് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതിൻ്റെ ഒരു ഐക്കോണിക് സംഭവമായിട്ട് ആരാധകരൊക്കെ എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു മെസ്സി വളരെ ക്ഷീണിതനായി ദുഃഖിതനായി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. യമാൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. മെസ്സി വളരെ വലിയ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് യമാലിനെ ഹഗ് ചെയ്യുന്ന ഒരു രംഗം. ഇത് ഒരു തലമുറ മാറ്റത്തിൻ്റെ ഐക്കണായിട്ട് കാണുന്നു. വേൾഡ് കപ്പിന് ശേഷമുള്ള ഫുട്ബോൾ ലോകം എങ്ങനെയായിരിക്കും? ഒരു തലമുറ മാറ്റം ശരിക്കും സാറ് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പ് ഫൈനൽ വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞതൊരു ജനറേഷണൽ ഷിഫ്റ്റ്. അതെ. അപ്പോൾ അതിനൊരു സിമ്പിളായിരുന്നു നമ്മൾ കണ്ടത്. അതാണ് ആക്ച്വലി എന്താ പറയുക, ഒരു മെസ്സി എന്ന് പറയുന്നത് 20 വയസ്സ് ഗ്യാപ്പുള്ള 2 പേരാണ്. 19 വയസ്സുള്ള 2 പേര്. അപ്പോൾ കളി കഴിഞ്ഞ ശേഷമുള്ള സാറ് പറഞ്ഞ പോലെയുള്ള ആ രീതിയിലുള്ള ഒരു പീരിയലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഇതിന് ശേഷമുള്ള. കാരണം ഒരുപാട് പ്ലേയേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഈ വേൾഡ് കപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്ത പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലെവൻഡോസ്കി എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്ട്രൈക്കറായിരുന്നു. യൂറോപ്പിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ഈ വേൾഡ് കപ്പിൽ ഇല്ല. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ അവസാനത്തെ വേൾഡ് കപ്പ് തന്നെയാണ്. ഈ പ്രാവശ്യം തന്നെ ആക്ച്വലി എന്താ പറയുക, നമുക്ക് ഒരു പ്ലേയിങ് ടൈമോ ഇഞ്ചറി ഹിറ്റായിട്ടുള്ള ഒരു വേൾഡ് കപ്പായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈവൻ നമുക്ക് ഹാരി കെയ്നൊക്കെ ഈ വേൾഡ് കപ്പ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത പ്ലെയറാണ്. പെർഫോം ചെയ്ത ഹാരി കെയ്നെ പോലെ അടുത്തുള്ള നമുക്ക് പറയാൻ പറ്റില്ല. 4 വർഷം അപ്പുറത്തുള്ള കിടക്കുന്നതാണ്. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ക്ലബ് തലത്തിൽ ഒരു പക്ഷേ കുറച്ച് കാലം ഉണ്ടാവാം. പക്ഷെ അടുത്ത വേൾഡ് കപ്പിൽ ഇതേപോലെയുള്ള പെർഫോമൻസ് ഒരു സ്ട്രൈക്കർ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ താരങ്ങളൊക്കെ ഈ രംഗം ഏറ്റെടുക്കാൻ പോകുന്നത് തന്നെയാണ്. 19കാരായിട്ടുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ സ്പെയിന് വിന്നിങ് ടീമിലെ ഒരു ഡിഫൻസിൽ നമ്മളൊരു 19 വയസ്സുകാരന് ഗുബാഴ്സി, ഒരു ഹൈലി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്രിക്കോഷ്യസ് ആയിട്ടുള്ള പ്ലെയർ അല്ലേ. നമുക്ക് പറയാം ഇപ്പോൾ ഒരു 19 സാധാരണഗതിയിൽ ഡിഫൻസിലൊക്കെ ഉണ്ടാവാറുള്ളത് അറ്റ്ലീസ്റ്റ് 20ന്റെ മേലെയുള്ള പ്ലേയേഴ്സൊക്കെ ഇതിൽ വരാറുള്ളൂ. 19കാരൻ ഒരു ഡിഫൻസിനെ നട്ടെല്ലാം സെൻട്രൽ ഡിഫൻസിൽ അങ്ങനെ നിൽക്കുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് നമുക്ക് കാണാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുബാഴ്സി ഉണ്ട്. പിന്നെ മറ്റൊന്ന് തീർച്ചയായിട്ടും ലാമിൻ യമാൽ എന്ന് പറയുന്നത് നമ്മൾ ഈ വേൾഡ് കപ്പിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്ലെയറാണ് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് കളക്റ്റീവ് എഫേർട്ടിന് ഇമ്പോർട്ടൻസ് കൂടി ഉള്ളത് കൊണ്ട് ഒരിക്കലും അവിടെ ഇപ്പോൾ ഈ വേൾഡ് കപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ യമാൽ വേണ്ടത്ര എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഫോം ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് സ്റ്റിൽ സ്പെയിൻ വാസ് ഏബിൾ ടു വിൻ ദ വേൾഡ് കപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ആ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന സംഭവമാണത്. തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകത്തൊരു മാറ്റത്തിൻ്റെ ഒരു സമയം എന്നാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇങ്ങനെ അർജൻറ്റീന തോറ്റതിനെ പറ്റി മറ്റൊരു സുഹൃത്ത് കളിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം ബാഴ്സലോണ ആരാധകനും കൂടിയാണ്. ഇത് ഞങ്ങളുടെ ലാമാസിയിൽ നിന്നുള്ള രാജാവ് ഞങ്ങളുടെ രാജകുമാരന് കിരീടം കൈമാറിയതാണ്, ഞങ്ങൾക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജാവും രാജകുമാരനും ഈ രാജകുമാരന് കിരീടം കൈമാറി രാജ്യം വിട്ടൊഴിഞ്ഞ് പോവുകയാണ് എന്നുള്ളൊരു സിമ്പലാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ ഫുട്ബോൾ ലോകം ഇനി അങ്ങോട്ട് ഒരു പുതിയ താളത്തിലായിരിക്കും എന്നുള്ളൊരു ഫീല് മൊത്തത്തിലുണ്ട്. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ കാര്യമാണെങ്കിലും ക്ലബ് ഫുട്ബോളിൻ്റെ കാര്യം, ക്ലബ് ഫുട്ബോളിലേക്ക് നമുക്ക് വരാതിൻ്റെ മുമ്പ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ തന്നെ ഈ കളിക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല കോച്ചുമാരുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദാൻ ഫ്രാൻസിൻ്റെ കോച്ചായി വരുന്നു, ക്ലോപ്പ് ജർമ്മനിയുടെ കോച്ചായിട്ട് വരുന്നു. ഓൾറെഡി നമ്മുടെ പോർച്ചുഗൽ അവരുടെ കോച്ചിനെ മാറ്റി ഓർഗെ ഹീസസിനെ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു മാനേജർ മാർക്കറ്റിൽ കൂടി വലിയൊരു മാറ്റം സംഭവിക്കുന്നു. തീർച്ചയായിട്ടും കൺവെൻഷനൽ ആയിട്ടുള്ള കളി രീതികളിലൊക്കെ മാറ്റം വരാനൊക്കെ സാധ്യത ഉണ്ടാവും. പുതിയ തരത്തിലുള്ള പുതിയ ആശയങ്ങൾ ഐഡിയാസൊക്കെ വരുമ്പോൾ രീതിയിലും ഉള്ള മാറ്റങ്ങൾ വന്നേക്കെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ വേൾഡ് കപ്പത്തിനെ നോക്കുകയാണെങ്കിൽ ചില കൺവെൻഷനൽ രീതിയിലുള്ള ചില ഭാഗത്ത് കോച്ചസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങളൊക്കെ കൊണ്ട് ടീമിന് നഷ്ടം വന്നിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, സംഭവങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണ്. അതായത് ഒരു ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ പോലുള്ള വിപ്ലവങ്ങൾ അങ്ങനത്തെ രീതിയിലൊക്കെ അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ഇപ്പോൾ ലോങ് ടേം നമ്മൾ നിൽക്കുന്നിടത്തോളം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ ഈവൺ ഒരു ചെറിയൊരു ഡ്യൂറേഷനിൽ ഇപ്പോൾ അർജൻറ്റീന ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്താൽ വലിയ ഡ്യൂറേഷനൊന്നുമില്ല. സ്കലോണി എന്ന് പറയുന്ന താരതമ്യേന യങ് ആയിട്ടുള്ളൊരു കോച്ചുമാണ്. പക്ഷെ നമ്മളൊരു ടീമിന് ഒരു വിന്നിങ് ടീമിന് 2018 മുതലാണ് സ്കലോണി ഉള്ളത് 8 വർഷ കാലഘട്ടത്തിൽ. പക്ഷേ 2008 മുതൽ 2022 നല്ലൊരു ടീമിനെ കൊണ്ടുവന്ന് 2022 വേൾഡ് കപ്പ് വിജയിച്ചു. പക്ഷെ പിന്നെ 2002 അവിടുന്ന് ഇങ്ങോട്ട് ആ ടീമിനെ അതേ ടീമിനെ തന്നെ നിലനിർത്തി. കോർ സെയിം ആണ്.
പക്ഷെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായൊരു സംഭവം നമുക്ക് ഈ വേൾഡ് കപ്പിൽ കളിച്ചപ്പോൾ മനസ്സിലായത് ഒരു പക്ഷേ അങ്ങനെ ഒരു ടീമിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് ഒരു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്യാൻ പറ്റണം എന്നില്ല നമ്മൾ അല്ലേ. അപ്പോൾ ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഒരു മെസ്സി എന്ന് പറയുന്ന സ്റ്റാറിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന കുറേ താരങ്ങൾ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി എന്ത് ചെയ്തത് അർജൻറ്റീന കളിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെങ്കിലും സ്ട്രഗിൾ ആയതിന് ഫൈനലിൽ എത്തി വരും, പക്ഷെ അതൊരു മെസ്സി ഫാക്ടറിൽ മാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോച്ചിൻ്റെ ഇടപെടലുകൾ, പിന്നെ മറ്റൊന്ന് നമ്മൾ കണ്ടിട്ടുള്ള കൺവെൻഷൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ റോബർട്ടോ മാർട്ടിനസിൻ്റെ ഇടപെടൽ പോർച്ചുഗലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ പൊളിച്ചെടുത്തുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ് പുതിയ രീതിയിൽ. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഒരു തലമുറ ആവണം എന്നില്ല, ഇനി പുതിയ ആള് തന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പുതിയ പ്രൊജക്റ്റും പുതിയ ഐഡിയാസും വന്നു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ള. പ്രായം കുറവാണ് എന്നല്ല പറഞ്ഞത്, മോർഗൻ ഹീസസിന് 71 വയസ്സായി. പക്ഷെ അദ്ദേഹം കൊണ്ടുവരുന്ന പുതിയ ഐഡിയാസ് ഇത് റോബർട്ടോ മാർട്ടിനസിന്റെ ഐഡിയാസ് ആവില്ല. അത് ഈ താരങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇത് തന്നെ ആയിരിക്കും, അതായത് വിറ്റീനിയും ബ്രൂണോ ഫെർണാണ്ടസും ജാവനോസും ഒക്കെ തന്നെ ആയിരിക്കും ടീമിലുണ്ടാകുക. പക്ഷെ പുതിയ ആശയങ്ങൾക്കോ ഐഡിയകൾക്ക് അനുസരിച്ച് അവരെങ്ങനെ കളിക്കുന്നു എന്നനുസരിച്ച് പോർച്ചുഗീസ് ടീമിൽ മാറ്റം ഉണ്ടാവുന്നതാണ് കരുതുന്നത്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുള്ളത് മാർസലോ ബിയൽസ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഉറുഗ്വായിൽ ഡിയേഗോ ഫോർലാനാണ് കോച്ച്. ഫോർലാൻ ഫുട്ബോൾ ലോകത്ത് ഉണ്ടാക്കി 2010 മികച്ച പ്രകടനം വേൾഡ് കപ്പ് ഒന്നും ആരാധകർ മറക്കില്ല. സോ ഡിയേഗോ ഫോർലാൻ അവിടെ കോച്ചായിട്ട് വരുന്നു. പിന്നെ നമ്മുടെ നെതർലൻഡ്സിൻ്റെ കോച്ച് റൊണാൾഡോ കുമാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. പകരം ആർനെ സ്ലോട്ട് വന്നേക്കും എന്ന സൂചനകളുണ്ട്. അത് ഉറപ്പായിട്ടില്ല, അതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പിന്നെ സിദാൻ്റെ കാര്യവും അതുപോലെ ക്ലോപ്പിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ ടൂഷൽ ഒരു പക്ഷേ പുറത്തായേക്കാം എന്ന് പറയുന്നു. അത് കാരണം സെമി ഫൈനലിലെ ടാക്ടിക്സിലും കാര്യങ്ങളിലൊക്കെ ഇംഗ്ലണ്ടിൻ്റെ മുൻ താരങ്ങൾക്കും ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള പലർക്കും ഒരു എതിർപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ചേഞ്ചിനുള്ള സാധ്യത പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു മാറ്റത്തിനുള്ള സാധ്യത അർജൻറ്റീനയിലാണ്. അർജൻറ്റീനയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ അത് സ്കലോനി തന്നെ ഡിസംബറിന് ശേഷം ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു 8 വർഷക്കാലമായിട്ട് ഓൾമോസ്റ്റ് ഒരേ ഗ്രൂപ്പിനെയും പരിശീലിപ്പിച്ച് അദ്ദേഹം വന്നു, നേടാനുള്ളതൊക്കെ നേടി. ഇനി ഒരു റീസെറ്റ് ബട്ടൺ അമർത്തണം, എന്നിട്ട് ഇതേപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടീമിനെ അസംബിൾ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ ആണെങ്കിൽ ബാർ വളരെ ഹൈ ആക്കി, ഓൾറെഡി സ്റ്റാൻഡേർഡ് ഹൈ ആക്കി കോച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ പോകാതെ താഴെ എന്തു വന്നാലും വമ്പൻ വിമർശനമായിരിക്കും വരിക എന്നുള്ളത് കോച്ചിന് അറിയാം. അപ്പോൾ അതുകൊണ്ടൊരു പക്ഷേ കോച്ച് അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്ത കേട്ടത്, ഇറ്റലി ഇപ്പം ലിയനാർഡോയും അതുപോലെ നമ്മുടെ പോളോ മാൽദിനിയും അവരുടെ ഉപദേശകരായിട്ട് വെച്ചിട്ടുണ്ട് ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെ. അവരൊരു കോച്ചിനെ തേടുകയാണ്. ഗന്നാരോ ഗട്ടൂസോ ഈ വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷൻ കിട്ടാതായപ്പോൾ അധികം സ്റ്റെപ്പ് ഡൗൺ ചെയ്തല്ലോ. അപ്പോൾ ഇനി ഇപ്പം അവർ പെപ് ഗാർഡിയോളയെ കോച്ചാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. പെപ്പിൻ്റെ പിന്നാലെ കുറേ ടീമുകളുണ്ട്, അതിലൊന്ന് ഇറ്റലിയാണ്. ഇറ്റലി അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പക്ഷേ ഒരു ഫൈനൽ ലെസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം സംഗതിയാകെ വളരെ ഇൻട്രസ്റ്റിംഗ് ആകാൻ പോവുകയാണ്. കാരണം ക്ലബ് തലത്തിൽ ക്ലോപ്പും പെപ്പും തമ്മിലുള്ള പോരാട്ടങ്ങൾ പ്രീമിയർ ലീഗിൽ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ അത് കാണാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ളൊരു മാറ്റങ്ങൾ, ഇപ്പോൾ സ്ലോട്ട് അപ്പുറത്ത് പ്രീമിയർ ലീഗിലെ വമ്പൻ കോച്ചുമാരാണ്. അപ്പോൾ ക്ലബ് ഫുട്ബോളിൻ്റെ അതേ നിലവാരത്തിലേക്ക് ഇതിൽ ഒരു മാറ്റം വരുന്നു തോന്നുന്നുണ്ട്. കൊണ്ടുവരുന്ന മാറ്റമാണ്. അപ്പോൾ ഇറ്റലിയുടെ കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഇറ്റലി എപ്പോഴും ഇത് 2022 വേൾഡ് കപ്പ് ആ ടൈമിൽ തന്നെ ഈ രീതിയിൽ മാറ്റം വരുത്തേണ്ടതായിരുന്നു. അതായത് 2018 കിട്ടിയില്ല. അപ്പോൾ 2012 ആകുമ്പോഴേക്കും ഇങ്ങനെയുള്ള പ്രൊജക്ട് കാരണം പക്ഷേ 2022 ആകുമ്പോൾ വേറെ കുഴപ്പമില്ല. അവർ ഓൾറെഡി അവര് യൂറോ കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. എന്താണ് വളരെ എത്ര ലാഘവത്തോട് ക്വാളിഫയിങ് റൗണ്ടിനെ കണ്ടതാണോ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതുപോലുള്ള ഇറ്റലി പോലുള്ള 4 തവണ വേൾഡ് കപ്പ് നേടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് 3 വേൾഡ് കപ്പിലൊക്കെ ക്വാളിഫൈ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ് അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവം അവിടെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരാളുടെ ഒരു കടന്നുവരും അവിടെ തീർച്ചയായിട്ടും ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. 2030 വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു അമേരിക്കയിലും ഇതേപോലെ തന്നെ പോർച്ചുഗൽ, മൊറോക്കോ പോലുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ആയിട്ട് ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീനയിലും ഉറുഗ്വേയിലും പിന്നെ മൊറോക്കോ, സ്പെയിൻ, ഇവിടെ നമ്മുടെ സ്പെയിൻ, പോർച്ചുഗൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പൊളിച്ചെഴുത്ത് ഇറ്റലിയുടെ കാര്യത്തിൽ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പം ഇറ്റലി കൂടി ഒന്ന് സ്ട്രോങ് ആയി വരണം വേൾഡ് കപ്പിലേക്ക് എന്നുള്ളത്. അപ്പോൾ അതവിടെ ഒരു മാറ്റം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
ഈ തലമുറ മാറ്റത്തിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലബ് ഫുട്ബോളിൽ ഓൾറെഡി ഈ തലമുറ മാറ്റം ആയിക്കഴിഞ്ഞു യൂറോപ്പിലൊക്കെ. അതായത് മെസ്സിയും ക്രിസ്ത്യാനോ ഇപ്പോൾ അവിടെ ഇല്ല, നെയ്മർ അവിടെ ഇല്ല. ഓൾറെഡി കിലിൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും ജൂഡ് ബെല്ലിംഗാമും ലമീൻ യമാലിന് 19 വയസ്സാണെങ്കിലും അവനും ഒക്കെ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. ഇതിനി അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് കൂടി ആ രൂപത്തിൽ അവർ ബാറ്റൺ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും. കാരണം ഇവർ രണ്ടുപേരും അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇപ്പോഴും തുടരുന്നു, മെസ്സിയും ക്രിസ്ത്യാനോയും. അതുകൊണ്ട് ആ ബാറ്റൺ കൈമാറ്റം അവിടെ പൂർണ്ണമായിട്ടും സംഭവിച്ചിട്ടില്ല. അത് ഈ വേൾഡ് കപ്പോട് കൂടി ഏതാണ്ട് സംഭവിക്കുന്നതാണ് തോന്നുന്നത്. യെസ്, അത് നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ശരിക്ക് വേൾഡ് കപ്പ് മുമ്പ് പറയാറുള്ള വിമർശകരൊക്കെ പറയാറുള്ളത് ഇപ്പോൾ വേൾഡ് കപ്പ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അല്ലെങ്കിൽ ഫിഫ വേൾഡ് കപ്പ് ക്ലബ് തലത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോലെയുള്ള അത്രയും കോമ്പറ്റീറ്റീവ് ഒന്നല്ല. ചില ഒരുപാട് രാജ്യങ്ങൾ പല സോണിൽ നിന്ന് കൺട്രീസൊക്കെ വന്നിട്ട് മാത്രമല്ല ഈ ഒരു മാസം കൊണ്ട് 8 കളി എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ കണ്ടുള്ള ഒരു പ്രത്യേക സവിശേഷത ക്ലബ് തലത്തിൽ കളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂപ്പർ താരങ്ങൾ ഈ വേൾഡ് കപ്പിൽ പെർഫോം ചെയ്യുന്നത് ഏകദേശം ക്ലബ് തലത്തിൽ കളിക്കുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ ആ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത് കണ്ടു അല്ലേ. നമ്മൾ ഹാരി കെയ്ൻ ആണെന്നുണ്ടെങ്കിലും ഹാളൻഡ് ആണെന്നുണ്ടെങ്കിലും ബെല്ലിംഗ്ഹാം ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതുപോലുള്ള പ്ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. എന്താ പറയുക, ഒരു ടീം വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഞാനതിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ ആ രീതിയിൽ എന്താ പറയുക ഒരു കോമ്പറ്റീറ്റീവ് അല്ല എന്നുള്ളത്. ഞാൻ കാര്യം പറയട്ടെ, എങ്ങനെയാണെന്നെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ് തലത്തിൽ മികച്ച രീതിയിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അൽ നസറിൽ മിക്കവാറും എല്ലാ കളികളിലും ഗോൾ അടിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വേൾഡ് കപ്പിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടീമിൻ്റെ കൂടെ ടീമിനെ കൂടെ നല്ല ടീമെ കളിച്ചിട്ട് ഏതാണ്ട് ഒറ്റ രീതിയിൽ പെർഫോം ചെയ്തിട്ട് കളിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതുപോലെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പല ടീമുകളും ഇപ്പം പറഞ്ഞു നമ്മൾ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഒരു 7-8 മത്സരങ്ങൾ മാത്രം കളിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു മത്സരത്തിലേക്ക് മാത്രമായിട്ട് നല്ല ഹൈലി പ്രിപ്പയർഡ് അതേപോലത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ടീമുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കേബ് വെർദെ പോലുള്ള DR കോങ്കെ പോലെയുള്ള ടീമുകളുടെ ഇപ്പം നോർവേ നമ്മൾ ഇതേപോലെ തന്നെ കളിക്കുന്ന ബ്രസീലിനെ ഡോമിനേറ്റ് ചെയ്യുന്ന കണ്ടു അല്ലേ. അപ്പൊ ഒരു വേൾഡ് കപ്പിനെ മുന്നിൽ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പരിശീലിക്കുകയും ആ ഒരു ക്വാളിറ്റി ഒരു ടീമായിട്ട് കളിച്ചിട്ട് സ്വാഭാവികമായിട്ട് എന്താ പറയുക നിലയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഒരിക്കലും നമ്മൾ അതിനെ അണ്ടർറേറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. ആഞ്ചലോട്ടി പറഞ്ഞൊരു കാര്യമാണ് ഞാനതിൽ കൂട്ടിച്ചേർത്ത് പറയുന്നത്. ആഞ്ചലോട്ടി ക്ലബ് ഫുട്ബോളിലെല്ലാം നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ടോപ്പ് 5 ലീഗിൽ എല്ലായിടത്തും കിരീടം ചൂടി, ചാമ്പ്യൻസ് ലീഗും പലവട്ടം നേടി. ബ്രസീൽ ടീമിൻ്റെ കോച്ചായി വന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ക്ലബ് ഫുട്ബോളിൽ നിന്നുള്ള ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സംഭവം എനിക്ക് അവിടെ ഒരു ക്ലബ്ബ് ടീമിനെ പരിശീലിപ്പിക്കും 10-30 താരങ്ങളിൽ നിന്ന് ഒരു 11 ഉണ്ടാക്കണം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 10,000 കണക്കിന് കളിക്കാരാണ്. അതിൽ നിന്ന് എനിക്കൊരു ടീമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വർക്ക് കൂടുതലുണ്ട്, പക്ഷേ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ്, പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ബ്രസീൽ പോലൊരു രാജ്യത്ത് അത്രയധികം ടാലൻറ്റുകൾ അവൈലബിൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ കാര്യങ്ങൾ ഇത്തിരി കൂടി വർക്ക് കൂടുതലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഈ കോച്ചുമാരൊക്കെ വരുമ്പോൾ ഒരു തലമുറ മാറ്റം എന്തായാലും സംഭവിക്കുകയാണ്. കോച്ചുമാരും പുതിയതെന്ന് പറഞ്ഞാൽ ക്ലബിലൊക്കെ ഉള്ളവർ തന്നെയാണ്, പക്ഷേ അവർ ഈ ദേശീയ ടീമിൻ്റെ കോച്ചുമാരായിട്ട് വരുന്നു, പുതിയ ആശയങ്ങൾ വരുന്നു, അവിടെ ഒരു കട്ടപ്പോരാട്ടം വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോയും ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്നു നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. മെയ്ബി നേഷൻസ് ലീഗോടുകൂടി ക്രിസ്ത്യാനോ കളമൊഴിഞ്ഞേക്കാം. മെസ്സിയുടെ കാര്യത്തിൽ പല റൂമറുകളും കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഈ വേൾഡ് കപ്പ് കളിക്കാൻ ഇറങ്ങുന്നതിന് തൊട്ടും ഫൈനൽ ഇറങ്ങുന്നതിന് മുമ്പ് താരങ്ങളോട് ഇതെൻ്റെ അവസാന കളിയാണെന്ന് പറഞ്ഞെന്നും അത് അർജൻറ്റീന താരങ്ങളെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിയെന്നും ബ്രേക്ക് ഡൗൺ ആയെന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാ എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതെന്തായാലും വരും ദിവസങ്ങളിൽ ക്ലിയർ ആവും. അപ്പോൾ മെസ്സിയും പോവുകയാണെന്നുള്ളൊരു ധാരണ തന്നെയാണ്. നെയ്മർ കളി കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ, ഇവിടെയാണ് ഞാൻ തുടങ്ങിയത്, ഇവിടെ തന്നെയാണ് അവസാനിപ്പിക്കുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ അത് എന്തായാലും അദ്ദേഹം പടിയിറങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ക്ലബ് ഫുട്ബോളിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ കുറേ താരങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. ഈ ബാറ്റൺ ഏറ്റെടുത്ത് വരാൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയായിരിക്കും? ബ്രസീലിലാണെങ്കിൽ ആര് ആ ബാറ്റൺ ഏറ്റെടുക്കും? അത് അങ്ങനെ അർജൻറ്റീനയിലാണെങ്കിൽ എങ്ങനെ വരും? ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കളിച്ചിട്ടുള്ള നെയ്മർ ഇല്ലാതെ തന്നെയാണ് എൻട്രിക്ക് കളിച്ചിട്ടുള്ള പ്ലെയർ ആണ്. അതേപോലെ തന്നെ എസ്റ്റവായോ വരാനുണ്ട്. എസ്റ്റവായോ വില്യൻ ഈ വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ പ്രതീക്ഷയായിരുന്നു, പക്ഷെ പരിക്ക് പറ്റിയതുകൊണ്ട് കളിക്കാൻ പറ്റി. റോഡ്രിഗോ അങ്ങനെയുള്ള പ്ലേയേഴ്സ്, റോഡ്രിഗോ അതേപോലെ തന്നെ
ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി. അർജന്റീനയിലേക്ക് വരികയാണെങ്കിൽ നിക്കോ പാസ് ഉണ്ട്, പക്ഷെ അവർക്കൊന്നും വേണ്ടത് രീതിയിലുള്ള അവസരം കൊടുത്തില്ല. ടൈം ഒന്നും കൊടുത്തില്ല. 2 കളിയിലാണ് ആള് വന്നിട്ടുള്ളത് ഈ വേൾഡ് കപ്പ് കളിച്ചത്. ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു രീതിയിലുള്ള കൺവെൻഷൻ രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് കൊടുക്കണമായിരുന്നു, കൊടുക്കായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഒരു പക്ഷേ എന്താ പറയുക, നമ്മൾ പല പ്ലേയേഴ്സ് നമ്മൾ കണ്ടു. ഇപ്പോൾ സ്പെയിൻ്റെ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെഡ്രോ പോറോ നമ്മൾ ആ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നു, തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല പ്ലെയറാണ്. ടൂർണമെന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ സത്യം പറയാവുന്ന ഈ വേൾഡ് കപ്പിൽ പെർഫോമൻസിൽ ടോപ്പ് 10 പറയാവുന്ന ഒരു പ്ലെയർ അങ്ങനെ മാറി. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്ലെയേഴ്സിന് കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ എസ്പെഷ്യലി അർജന്റീനയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീന ഒരു നല്ല ടീമായിരുന്നില്ല, പക്ഷെ ഒരു പരീക്ഷണം നടത്താമായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ അതേപോലെ തന്നെ പ്ലേയേഴ്സിനൊക്കെ ഇറക്കിയിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് ഒരുപക്ഷെ എന്താ പറയുക ഒരു പെർഫോമൻസ് ഒക്കെ വരാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ബാർക്കോ അവിടെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇങ്ങനെ പിന്നെ പുറത്ത് നിൽക്കുന്നവരാണെങ്കിൽ പ്രസ്റ്റിയാനി ഉണ്ട് വരാനുള്ളത്. പിന്നെ മസ്റ്റൻഡൂരോയുടെ കാര്യം, അദ്ദേഹം റയലിലാണ്, ആ ഒരു പ്രതീക്ഷക്കൊത്ത് വന്നില്ല, എന്നാൽ പോലും വരും, ചെറിയ പ്രായമാണ്, വരും എന്ന് പ്രതീക്ഷിക്കാം. പ്ലേയേഴ്സ് ഉണ്ട്. അതേപോലെ നമ്മൾ ശരാശരി നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിൽ യങ് പ്ലേയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതായത് 20, 21, 22 റേഞ്ചിൽ വരുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ പ്ലേയേഴ്സിനൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു ബാറ്റൺ കൈമാറാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷ് ടീമിലാണെങ്കിലും ബുക്കായ സാക്കെ പോലെയുള്ള താരങ്ങളൊക്കെ വളരെ ചെറിയ പ്രായത്തിലുള്ളവരാണ്. അവരവിടെ ഹാരി കെയ്ൻ അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്ന അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. ടൂർണമെന്റിൽ ശരിക്കും ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടേണ്ട പ്ലെയറാണ് ശരിക്കും. ഒരു തുഷലിന്റെ ഒരു മോശമായിട്ടുള്ള തീരുമാനം കൊണ്ട് മാത്രം അറ്റ്ലീസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോലും ആ ഒരു മത്സരത്തിൽ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മത്സരത്തിന്റെ വിധി ഒരു പക്ഷേ മറ്റൊന്നാകും എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പം മറ്റു ടീമുകളൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ സ്പെയിൻ ആണെങ്കിൽ കുറേ യുവതാരങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പം അവിടെ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഭാവിയിലേക്കും. അതേപോലെ തന്നെ ജർമ്മനിയിലും ഇതുപോലെ മാറ്റങ്ങൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലോപ്പ് വരുമ്പോൾ കുറെ യങ് ബ്ലഡിനെ കൂടി ഉണ്ട്, അതേപോലെ തന്നെ പ്ലേയേഴ്സ് ഉണ്ട്. അതെ അതെ, ഇതൊന്നും അത്ര ഏജ് അല്ലല്ലോ, ആയിട്ടുള്ള പ്ലെയർ ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ശരിദുവൊക്കെ എസ്റ്റാബ്ലിഷ് പ്ലെയർ ലീഗ് ഇതുപോലെ തന്നെ ഒരു റെഗുലർ സ്റ്റാർട്ടായിട്ട് വന്നിട്ടുള്ള പ്ലെയർ തന്നെയാണ്. അപ്പം എവിടെ നോക്കണം, ഇപ്പം നമ്മൾ തുർക്കിയുടെ ആർദ ഗൂളർ, തുർക്കിക്ക് അത്ര ഒരു വലിയ മികവ് കാണിക്കാൻ പറ്റിയില്ല ഗൂളർക്കും സംഘത്തിനും. പക്ഷെ അടുത്ത വേൾഡ് കപ്പിൽ ആ ഒരു മികവ് നമ്മൾ അവരിൽ നിന്ന് വരും മത്സരങ്ങളിലൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ ക്ലബ് ഫുട്ബോളിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിലും ഓൾറെഡി ഇപ്പോൾ ഹാലൻഡ്, എംബാപ്പെ, ജൂഡ് ബെല്ലിങ്ങാം, ലമീൻ യമാൽ ഇങ്ങനെയുള്ളവരവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ മെസ്സി, ക്രിസ്ത്യാനോ എന്നുള്ള ഒരു പോയതിൻ്റെ വിടവ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും യൂറോപ്യൻ ഫുട്ബോൾ നികത്തി കഴിഞ്ഞിട്ടുണ്ട് ക്ലബ് ഫുട്ബോൾ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളൊക്കെ കരുതിയിരുന്നത് ഇപ്പോൾ മെസ്സി, ക്രിസ്ത്യാനോ യൂറോപ്പിലെ ലൈവായിട്ട് നിന്നിരുന്ന ടൈം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവർ നിന്നിരുന്ന സമയത്ത് പക്ഷേ ഇവർ ഒരുമിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ സൗദിയിലേക്കും മറ്റൊരാൾ അമേരിക്കയിലേക്കും പോയ സമയത്ത് നമ്മൾ വിചാരിച്ച് യൂറോപ്യൻ ഫുട്ബോളൊക്കെ എന്ന് പറയുന്നത് വളരെ ഡള്ളായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആവില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. ഒപ്പം തന്നെ സൗദി കുറേ ആളുകളെ കൊണ്ടുപോയി. പക്ഷേ നമ്മൾ ഈ ക്ലബ് ഫുട്ബോളൊക്കെ നിരീക്ഷിക്കുമ്പോൾ എസ്പെഷ്യലി യങ് ജനറേഷനൊക്കെ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ താരങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്, ഹീറോകൾ. എൻ്റെ 15 വയസ്സുള്ള ഒരു മകന് പോലും റയൽ മാഡ്രിഡിന്റെ കളി വന്നിട്ടുണ്ടെങ്കിൽ ഉറക്കൊഴിച്ചിരുന്ന് കാണുന്നുള്ളതാണ്. ഇങ്ങനെ പ്ലേയേഴ്സ് മെസ്സിയും ക്രിസ്ത്യാനും വേണമെന്നില്ല ഇത് കാണാൻ. യെസ്, അതാണെന്നുള്ള. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ക്ലബ് ഫുട്ബോളിൽ നേരത്തെ ബാറ്റൺ കൈമാറി കഴിഞ്ഞു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇപ്പം ഒരാൾ ബാറ്റൺ കൈമാറാൻ തയ്യാറാതെ അവിടെ നിൽക്കുകയാണ്. അതാണ് പ്രശ്നം. മെസ്സി ഈ ഏത് ചെറുപ്പക്കാരുടെ കൂടെ ഇടിച്ചു കയറി നിന്ന് ഗോളും ഒക്കെ അടിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അദ്ദേഹം അധിക നാള് അങ്ങനെ തുടരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പം പലരും പറയാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ, ഇങ്ങനെ സൂപ്പർ താരങ്ങളൊക്കെ കഴിഞ്ഞു പോയാൽ ഇതിനൊക്കെ ഒരു ആവേശമൊക്കെ കുറയുന്നു. അങ്ങനെ സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഇപ്പോൾ സ്പെയിനിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെയിനിൻ്റെ ഈ യാമിൻ യമാൽ ബാഴ്സലോണ എന്ന് പറഞ്ഞ ടീമിനെ വളരെയധികം നമ്മൾ കൊണ്ടുപോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആകുന്ന അവരുടെ കളിയൊക്കെ നമ്മൾ ഒരു റൈറ്റ് വിങ്ങർ ആണ്. എനിക്ക് തോന്നുന്നു യമാലിന് ഒന്നുകൂടി റോള്, ഒരു ഫ്രീ റോള് കിട്ടുന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാഴ്സലോണയിൽ മെസ്സി കളിച്ചത് എങ്ങനെയായിരുന്നു, മെസ്സിയുടെ കളി രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത്, ആ ഒരു സ്വാതന്ത്ര്യം ഒന്നുകൂടി ഫ്രീ ഉണ്ടായിരുന്നു എന്നുള്ള ഫ്രീ റോള്
ആ ഫ്രീ റോളിൽ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് വരുമ്പോഴാണ് പ്രൊളിഫിക് സ്കോറിങ്, കളിയുടെ കൂടെ സ്കോറിങ് കൂടി വരല സമയത്തായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതേപോലെ പക്ഷേ ഒരിക്കലും നമ്മൾ വിരസമായിട്ട് നമ്മൾ വിചാരിച്ചത് അങ്ങനെയായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. ഒരിക്കലും നമ്മൾ ഈ ക്ലബ് തലത്തിലൊക്കെ പുതിയ പുതിയ താരങ്ങൾ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന തരത്തിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഹാളണ്ടൊക്കെ വിശ്വവേദിയിൽ ഇതേപോലെ ഒരുപാട് താരങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ബെല്ലിംഗ്ഹാം അതുകൊണ്ട് ഇപ്പോൾ വേൾഡ് കപ്പിൽ പെർഫോമൻസ് കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ ബെല്ലിംഗ്ഹാമൊക്കെ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടായിരുന്നു. ഇപ്പോൾ 23 വയസ്സേ ഉള്ളൂ, 23 വയസ്സ്. അപ്പോൾ നമ്മൾ ക്ലബ് തലത്തിലും അതേപോലെ തന്നെ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മേഖലകളിലും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളൊരു ഡള്ളാകുന്നില്ല എന്നുള്ളതാണ്. അതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ പെലെ വിരമിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മറഡോണ കളം ഒഴിഞ്ഞതുകൊണ്ടൊന്നും ഫുട്ബോളിൻ്റെ ആവേശം കുറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് മെസ്സിയും ക്രിസ്ത്യാനും ഒക്കെ മാറിക്കഴിഞ്ഞാലും ഫുട്ബോളിൻ്റെ ആവേശം കുറയില്ല. എപ്പോഴും അങ്ങനെയാണ്. മനുഷ്യൻ ഇങ്ങനെ കൂടുതൽ ഇവോൾവ് ചെയ്ത് വരിക ചെയ്യുക. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും അടുത്തതെന്നുള്ള. അപ്പോൾ മുമ്പൊക്കെ നമുക്ക് ഈ 10 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടാൻ കഴിയൂല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്ന രൂപത്തിൽ അങ്ങനെ ഓടി എത്ര റെക്കോർഡുകളാണ് അത്. അപ്പോൾ അത് മറികടന്നാൽ പിന്നെ മറികടക്കും. അപ്പം പെലെയേക്കാൾ മികച്ചവനും ഉണ്ടാവുമോ, മറഡോണയേക്കാൾ മികച്ചവനും ഉണ്ടാവുമോ എന്ന് ചോദിച്ചിരുന്ന കാലത്ത് നിന്ന് നമ്മളിപ്പോൾ മെസ്സിയെയും ക്രിസ്ത്യാനെയും ഒക്കെ കാണുന്ന ഒരു സമയമായില്ല. അപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ പിന്നാലെ വരും. അല്ലേ. നമ്മളിപ്പോൾ 2 വേൾഡ് കപ്പ് കൊണ്ടാണ് എംബാപ്പെ 2018, 22, 22, 26 3 വേൾഡ് കപ്പ് കൊണ്ട് നമ്മൾ വേൾഡ് കപ്പിലെ ഒരു കരിയർ റെക്കോർഡ്. ഇപ്പൊ മെസ്സി പോലും നമ്മൾ പറയാനുള്ള ആക്ച്വലി എന്താ പറയുക, എത്ര വേൾഡ് 6 വേൾഡ് കപ്പിലാണ് 21 ഗോളിലേക്ക് എത്തിയത് ഈ വേൾഡ് കപ്പോട് കൂടിയിട്ടാണ്. ഒരു 3 വേൾഡ് കപ്പ്. ഇനി എംബാപ്പയുടെ മുന്നിൽ 27 വയസ്സാണ്, ഇനി വേൾഡ് കപ്പ് മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും കുറഞ്ഞൊരു വേൾഡ് കപ്പെങ്കിലും എന്തായാലും കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഒരു ടാലി ഒരു പക്ഷേ 30ന്റെ മേലെ പോയി അത്ഭുതപ്പെടാൻ പറ്റില്ല അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ലോകം തന്നെ അടുത്ത സ്റ്റെപ്പിൽ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു തരത്തിൽ നോക്കുമ്പോൾ ടെക്നോളജിയുടെ കാര്യങ്ങൾ മറ്റൊക്കെ ആണെങ്കിൽ, അതുപോലെ സ്പോർട്സ് മെഡിസിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. ട്രെയിനിങ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. പെലെ കളിച്ചിരുന്ന കാലത്തെ ട്രെയിനിങ് ഫെസിലിറ്റിയോ ഗ്രൗണ്ടിലെ ഫെസിലിറ്റീസോ ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇനിയും കൂടുതൽ ബെറ്റർ ആയിട്ട് വരും. അതുകൊണ്ട് ആരെങ്കിലും പോയി എന്ന് കരുതിയതുകൊണ്ട് ഫുട്ബോൾ ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. തലമുറ കൈമാറ്റം സ്വാഭാവികമായിട്ട് സംഭവിക്കും. വേൾഡ് കപ്പിന് ശേഷമുള്ള ഈ ഫുട്ബോൾ ലോകത്ത് ഇനിയും മികച്ച പ്രകടനങ്ങൾ വരും. ആളുകൾ ഈ കളിയെ സ്നേഹിക്കുന്നത് തുടരുകയും ചെയ്യും. നമുക്ക് മറ്റൊരു വിശകലനങ്ങളുമായി നാളെ കാണാം.